ഹലോ ഗൈസ്, നമ്മളിന്ന് അടിപൊളി ഒരു ഗ്ലാസ് കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ടേസ്റ്റിലും ഭംഗിയിലുമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഫ്രൂട്ട്സുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സുകളും കുറേശ്ശെ എടുത്ത് വെക്കാം. അപ്പോൾ ആപ്പിള്, മാതളം, മാങ്ങ, മുന്തിരി, കുറച്ച് ഈന്തപ്പഴം, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കുറച്ച് വീതം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ ഒക്കെ കാണുക, ഫുള്ളായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വരട്ടെ. അപ്പം ഞാൻ ഫുള്ളായിട്ടിത് നന്നായിട്ട് കട്ട് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ഇത് ഗ്ലാസ് കേക്കിൻ്റെ ആ ഒരു രൂപത്തിലാക്കാമെന്ന് നോക്കാം. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ബൗൾ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 3/4 കുപ്പി വെള്ളത്തോളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു കുപ്പി വെള്ളത്തിൽ 3/4 ഭാഗവും ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് അലിച്ച് എടുക്കണം, അടുപ്പയിൽ ഗ്യാസിൽ വെച്ചിട്ട്. അപ്പം നല്ല ടേസ്റ്റിൽ നല്ലതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കേക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ച് ഗ്യാസ് ഓണാക്കി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ പഞ്ചസാര നലിച്ചെടുക്കാം. അപ്പോഴത്തേന് ജെലാറ്റിൻ ഇത് എല്ലാ ഷോപ്പുകളിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമുക്ക് നന്നായിട്ടത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അലിച്ചെടുക്കാം. അപ്പം ബൗളിലിട്ടു. ഇനി നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ കാണുന്നത് പോലെ നല്ല ഭംഗിയും ടേസ്റ്റും ഒക്കെ ഉള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയൊക്കെ നമുക്ക് അലിച്ചെടുക്കാം. നന്നായിട്ട് അലിച്ചെടുത്തിട്ട് നമുക്ക് ഇതും കൂടി വേണം, നമുക്ക് ആ പഞ്ചസാര അലിച്ചതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പം നന്നായിട്ട് ഇത് അലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര എന്തായി നോക്കാം. പഞ്ചസാരയും നന്നായിട്ടത് അലിഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ ജെലാറ്റിൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു പരുവത്തിൽ നമുക്ക് കറക്റ്റ് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല സെറ്റാകുമ്പോൾ നല്ല ഭംഗിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സ് കുളിരുന്ന അടിപൊളി ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പരുവൊക്കെ കറക്റ്റാക്കി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി മാറ്റിയിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് തണുക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് അതിന് പറ്റുന്ന ഒരു ബൗൾ എടുക്കുക, ഇതേപോലൊരു പാത്രം. അല്ല, ഇതിൽ ഞാൻ ഓയിലോ മറ്റൊന്നും തടവുന്നില്ല, അല്ലാതെ തന്നെ നേരിട്ട് തന്നെ ഒരു 2 സ്പൂൺ ആ ഓയിൽ നമ്മളെടുത്ത് വെച്ച ജെലാറ്റിൻ്റെ ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ ആ ബൗള് ഒന്ന് ഫില്ലാവുന്നത് വരെ, നിറച്ചിട്ടല്ല, ആ കറക്റ്റ് പരുവത്തിൽ നമ്മൾ കറക്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ഒഴിച്ച വെള്ളം നമ്മളത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടേ നമ്മൾ ഈ സംഭവം വെക്കത്തുള്ളൂ. കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ട ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് പറക്കി വയ്ക്കാം. എല്ലാം നല്ലതായിട്ട് നമ്മൾ പറക്കി വെച്ച് ഫില്ല് ചെയ്ത് നല്ല കേക്കിന് നമ്മൾ കറക്റ്റ് ഇതുപോലെ തന്നെയല്ലേ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും ചെയ്യുന്നത്. അപ്പം അതേപോലെ നമുക്ക് മാങ്ങയും ഓറഞ്ചും എല്ലാം പറക്കി നമ്മളിപ്പം നമ്മൾ കേക്ക് നമ്മൾ കമത്തിയാണ് വയ്ക്കുക. അപ്പം ഫ്രണ്ട് വശം അടിവശമാണ് അപ്പോൾ കിട്ടുന്നത്. അപ്പം അതേ രീതിക്ക് നമ്മൾ നീറ്റായിട്ട് വേണം നമ്മൾ പറക്കി വയ്ക്കാൻ. അപ്പം നമ്മളെല്ലാം മുന്തിരിയൊക്കെ ഇട്ട് മാതളമൊക്കെ ഇട്ട് നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ജെലാറ്റിൻ ആ വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല നിറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വീഡിയോസൊക്കെ ഫുള്ള് കാണണം, സപ്പോർട്ട് ചെയ്യണം. നോയമ്പൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ഒരു കേക്കാണ്, ഗ്ലാസ് കേക്കാണ് ഞാനിന്ന് തയ്യാറാക്കി നിങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ബാലൻസ് വന്ന ഒരു ഇച്ചിരി ജെലാറ്റിൻ ഉണ്ട്, അതിലേക്ക് ഞാൻ ഒരു അല്പം റെഡ് കളർ ചേർത്തിട്ട് മാറ്റി ഒന്നുകൂടൊന്ന് ചൂടാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഒന്നുകൂടൊന്ന് അടുപ്പ് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ കട്ടിയായി പോകും. അതിന് വേണ്ടിയിട്ടൊന്ന് ചൂടാക്കി വെക്കുമ്പോഴത്തേനെ നമുക്ക് മറ്റേതൊന്നും സെറ്റ് ആകത്തുള്ളൂ. അങ്ങനെ ഒന്ന് ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഇത് വലിയ സെറ്റൊന്നും ആയിട്ടില്ല, പക്ഷേ എന്നാലും നമുക്ക് അതിൻ്റെ മണ്ടയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ നല്ല ഭംഗിയിൽ അടിപൊളി ടേസ്റ്റിലും കളറിലും കാണുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കേക്ക് തന്നെയാണ്. അപ്പം നമുക്കതിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്കിനി ഒരു കറക്റ്റ് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് കറക്റ്റ് കേക്കായിട്ട്
നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നന്നായിട്ടത് നല്ല കറക്റ്റ് നിറച്ച് തന്നെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പം സപ്പോർട്ടൊക്കെ എല്ലാവരുടെയും വേണം. അപ്പം നല്ലതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഒരുപാട് സപ്പോർട്ടൊക്കെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പൊക്കിയെടുക്കാം. നമുക്ക് ചെറുകെ പൊക്കിയെടുക്കാൻ പറ്റും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകത്തില്ലേ. അപ്പോൾ ചെറുകെ നമുക്ക് ഇതൊന്ന് പൊക്കിയെടുക്കാം. പൊട്ടല്ലേ. വാവ് വാവ് വാവ്, സൂപ്പർ, മനസ്സ് നിറഞ്ഞ് അടിപൊളി, കാണാൻ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്കായിട്ടുണ്ട്. ഗ്ലാസ് പോലെ തന്നെ നമ്മുടെ ഗ്ലാസ് കേക്കും ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. എല്ലാവർക്കും അവനവൻ്റെ വീട്ടിൽ തയ്യാറാക്കാം. സൂപ്പർ ടേസ്റ്റിൽ സൂപ്പറായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും വീട്ടിൽ, ഇപ്പം നോയമ്പ് കാലമായിട്ട് എല്ലാവരും വീട്ടിൽ ഫ്രൂട്ടൊക്കെ കാണാം. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും തയ്യാറാക്കിക്കോ. നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തു. ഇനി കഴിക്കുന്ന ബഹളമായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി